ബാലേന്ദ്ര, അതെല്ലാം ഒരുപാട് കാലം മുമ്പ് നടന്ന കാര്യങ്ങളാ. നീ ഇപ്പോഴും അത് തന്നെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന നിന്റെ മനസ്സിന്റെ ഭാരം കൂടുമെന്നല്ലാതെ എന്ത് കിട്ടാൻ? ഭാരമൊക്കെ ഞാൻ ഇറക്കും ഗംഗേട്ടാ. എല്ലാ ഭാരവും ഞാൻ ഇറക്കും. ഗംഗേട്ടൻ അയാളുടെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് അറിയാമെങ്കിൽ പറഞ്ഞതാ. നിനക്കത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അയാള് ഫ്രീ ആണെങ്കിൽ വൈജി അയാൾക്ക് കെട്ടിച്ചു കൊടുത്തേക്കാം. ഒരു ഭർത്താവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രസന്റേഷൻ അല്ലേ അത്, ഭാര്യയെ മുൻകാമുകന് വിട്ടുകൊടുക്കാന്നുള്ളത്. അതിനുള്ള ഹൃദയവിശാലത എനിക്കുണ്ട് ഗംഗേട്ട. ആ കുറച്ച് ലേറ്റായി പോയിന്നല്ലേ ഉള്ളൂ. അവര് ജീവിക്കട്ടെ. ഈ ഈ വന്ന വസന്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പരിഹസിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ബാലേന്ദ്ര. ഞാനും നീയും ഒക്കെ മനുഷ്യജീവികളാ. ഒരു ശ്വാസം അടഞ്ഞു പോയാ തീരാനുള്ളതേ ഉള്ളൂ സകല ഗർവും. ആ ഗംഗേട്ടൻ അയാളുടെ അഡ്രസ് തരാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ പറ, ഞാൻ വൈജിയോട് ചോദിച്ചോളാം. ഞാനുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് നീ പ്രസവിച്ച പെൺകുഞ്ഞിനൊരു തന്ത ഉണ്ടായിരുന്നില്ലേ, അയാളുടെ അഡ്രസ് ഒന്ന് തരുമോന്നും ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം. വേണ്ട, അവളോട് ചോദിക്കണ്ട. നീ ബന്ധപ്പെട്ട് കാർ ഓടിച്ച് ഇവിടം വരെ വന്നാലേ ഞാൻ പറഞ്ഞുതരാം. ഇതല്ലേ ഞാൻ ആദ്യമേ ചോദിച്ചത്. ബാലേന്ദ്ര, നിന്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താ? ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടട്ടെ. അയാളുടെ പേര് സ്റ്റാൻലി ജോസഫ്. വീട്ടുപേര് കൊട്ടാരം മറ്റത്തിൽ, വീട് പുനലൂർ പത്തനാപുരം. സ്റ്റാൻലി ജോസഫ് എവിടെയാണ് ഇപ്പൊ താമസം? അതറിയില്ല. കേണലായിട്ടാണ് റിട്ടയർ ചെയ്തതെന്നറിയാം. പഴയ അഡ്രസ് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? ആ കാലത്ത് അതേ അറിയുമായിരുന്നുള്ളൂ, പിന്നീട് കണ്ടിട്ടില്ല. റിട്ടയർ ആയപ്പോ ആരോ വിളിച്ച് പറഞ്ഞറിഞ്ഞത്. അയാളുടെ അപ്പന്റെ പേരെന്താ? ഔതക്കുട്ടി. അമ്മ അന്നമ്മ. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ല. കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി. അഡ്രസ് എനിക്ക് സെൻഡ് ചെയ്യണം, പിൻകോഡ് സഹിതം. എന്താ നിന്റെ ഉദ്ദേശം? അലീന എന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചതറിഞ്ഞില്ലേ? എങ്ങോട്ട്? എങ്ങോട്ടാ അവള് മാറുന്നതെന്നും എനിക്കറിയത്തില്ല. സ്റ്റാൻലി ജോസഫ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാം. ജനിപ്പിച്ച തന്തയല്ലേ. സ്റ്റാൻലിക്കും ഭാര്യയും മക്കളും ഉണ്ടാവുമല്ലോ. അലീനയെ അവിടെ ഏൽപ്പിച്ചു കൊടുത്ത ആ വീട്ടിലെ അന്തരീക്ഷം താറുമാറാകത്തില്ലേ? ആ കുടുംബത്തിന്റെ സമാധാനം നമ്മളായിട്ട് തകർക്കണം. എന്റെ സമാധാനം എത്ര വേണമെങ്കിലും തകർന്നോട്ടെ അല്ലേ? എന്റെ കുടുംബം ചിന്ന ഭിന്നമായി പോയിക്കോട്ടെ അല്ലേ? ഒരു കുഴപ്പമില്ല. സ്വന്തം പെങ്ങളുടെ മുൻകാമുകന്റെ കുടുംബം നിലനിൽക്കണം. അതിനൊരു കേടും പറ്റരുത്. കൊള്ളാം, കൊള്ളാം. ആ അതെനിക്കിഷ്ടപ്പെട്ടു. പെങ്ങക്കിട്ട് പണി കൊടുത്തവന് ഒരു പോറൽ പോലും ഏൽക്കരുത്. ആ ആ കൊള്ളാം, കൊള്ളാം. ഞാൻ അങ്ങനെയല്ല ബാലേന്ദ്ര ഉദ്ദേശിച്ചത്. വേറൊരു കുടുംബം കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞ. അയാളുടെ കുടുംബം നശിച്ചാലും ഇല്ലെങ്കിലും ഗംഗേട്ടൻ എന്താ? അയാൾ നശിക്കോ നശിക്കാതിരിക്കോ ചെയ്യട്ടെ, എനിക്കെന്താ? എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെയൊക്കെ ഒരൊറ്റ ലൈനിൽ നിരത്തി നിരത്തി വെടിവെച്ച് കൊല്ലേണ്ടവനാ ഞാൻ. എന്നോടാണോ പറയുന്നത്?
അയാളെ വേദനിപ്പിക്കരുതെന്ന്. അയാളെ വേദനിപ്പിച്ച ഗംഗേട്ടന് നോവോ? അതോ വൈജയന്തിക്ക് നോവെന്ന് ഓർത്തിട്ടാണ്? ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത് നിന്റെ ഇഷ്ടം പോലെ ചെയ്. അലീന ഇത്രയും കാലം പെറ്റ തള്ളയുടെ കൂടെ വന്ന് ജീവിച്ചു. അവക്ക് നീതി കിട്ടിയില്ല. ഇനി തന്തയുടെ കൂടെ പോയി ജീവിക്കട്ടെ. അവിടെ നീതി കിട്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണോ ബാലേന്ദ്ര? അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുക്കാം, ഒരു വീട് വാങ്ങിക്കൊടുക്കാം, കല്യാണം കഴിപ്പിക്കാം. ഞങ്ങള് സഹകരിക്കാന്ന് പറഞ്ഞല്ലോ. അതൊന്നും ചെയ്യാതെ വീണ്ടും അവളെ ദുരിതത്തിലോട്ട് കൊണ്ടുവിടുന്ന പോലെയല്ലേ ഇത്? അവക്ക് ദുരിതത്തിന് സുഖമാക്കി മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. എവിടെ പോയാലും അവള് പിടിച്ചു നിന്നോളും. അത് മാത്രമല്ല, കേണൽ സ്റ്റാൻലി ജോസഫ് ഒരു മകളെ ജനിപ്പിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ കയ്യും കെട്ടി കൊട്ടാരമറ്റത്തെ ആട്ടുകെട്ടിൽ സുഖിച്ചങ്ങ് ഇരുന്നാ മാത്രം പോരാ. അലീന എന്ന പേരിൽ ഒരു മകളുണ്ടെന്ന് അറിയട്ടെ. അവളെ ഒന്ന് കാണട്ടെ. ആണത്തുള്ളവനാണെങ്കിൽ ഏറ്റെടുത്ത് സംരക്ഷിക്കട്ടെ. അയാൾക്ക് വേണ്ടെങ്കിൽ ഞാൻ വേറെ പണി നോക്കിക്കോളാം. നീ എന്റെ അടുത്തോട്ടാ പോന്നെന്നുള്ള വിവരം വൈജി അറിഞ്ഞു? ഇല്ല, അവള് കൊല്ലപ്പള്ളിയിലല്ലേ താമസം. അവളെ അറിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നീ സ്റ്റാൻലിയെ കാണാൻ പോകുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. കോയിൻ ഉണ്ടോ? 2 രൂപ? ഒരു രക്ഷയില്ല. ദാരിദ്ര്യാണല്ലേ? എനിക്ക് ദാരിദ്ര്യങ്ങളും ഉണ്ടല്ലോ, നിനക്ക് അതും ഇല്ല. അയ്യോടാ, വലിയ തമാശ. വീട്ടിൽ പോണ്ടേ? ഇവിടെ ഇങ്ങനെ കുട്ടിക്കളിയായിട്ട് നിന്നാ മതിയോ? ഈ അലീന ചേച്ചിയും ബബിതയും കൈ കഴുകാൻ പോയതാണോ കുളിക്കാൻ പോയതാണോ? പ്രോഗ്രാം മാനേജർ പറഞ്ഞാ മതി എന്നതാ ചെയ്യണ്ടേന്ന്. അതുപോലെ ചെയ്യാം. അവരെന്തെന്ന് നോക്കിട്ടോ. അതെ, അടങ്ങിയിരിക്കണേ, ഒച്ച ഉണ്ടാക്കല്ലേ. ആന്റിയാ. അമ്മാമ്മ സംസാരിച്ചോ? ഞാൻ ഉണ്ടായിരുന്നോളാം. വീട്ടിലോട്ട് ചെല്ലട്ടെ. വീരനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഫോണിൽ സംസാരിക്കണേ. ഹലോ ആന്റി, ഹലോ ഹലോ എന്ന് എത്ര തവണ വിളിക്കണം? ഹലോ, സോറി. ഹലോ ആന്റി. നീ അവിടെ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യുവന്നേ? പിള്ളേര് ഭയങ്കര ബഹളമെന്നേ, അവരെ അടക്കിയിരുത്തുമായിരുന്നു. ഏത് പിള്ളേര്? 3-4 ഉണ്ടല്ലോ. അലീന, കിലീന, ബബിത, കൃഷ്ണമ്മ, പിന്നൊരു ഡ്രൈവറും. നീയാണ് ഇപ്പൊ കാർന്നോത്തി. എവിടെയാ? വീട്ടിലോട്ട് വരുന്നില്ലേ? നേരെ എത്രയെന്ന വിചാരം? എല്ലാത്തിനെയും ആട്ടിത്തെളിച്ചോണ്ട് വരണ്ടേ ആന്റി? ഒന്നിനും അനുസരണയില്ലെന്നേ. ഉറുമ്പിന്റെ കൂട് പൊട്ടിച്ച പോലെയാ 4 വഴിക്കും പാച്ചില്. എവിടെ എത്തിനെങ്കിലും ഒന്ന് പറ. അങ്ങോട്ട് വരുവന്നേ, 1/2 മണിക്കൂറും കൂടി ക്ഷമിക്ക്. ഓ, വേഗം വാ. മാമച്ചായ 2-3 തവണ പറഞ്ഞു പിള്ളേരെ കണ്ടില്ലല്ലോ. ശരി വെച്ചോ, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തും. ഓക്കെ. വണ്ടി എടുക്കട്ടെ? ഇതൊക്കെ ചോദിക്കണോ? അറിയാമേലേ, എത്ര കാലായി പണി തുടങ്ങിയിട്ട്? വിവരക്കേട് കൊണ്ട് ചോദിച്ചു പോയതാ, മാപ്പാക്കണേ. ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചല്ലോ? ക്ഷമിച്ചു. നമ്മള് ലേറ്റ് ആയില്ലല്ലോ അല്ലേ മോളെ? അങ്കിളിനൊക്കെ കിടക്കാൻ സമയമായില്ലേ? എവിടെ, ഇപ്പോഴൊന്നും ഉറങ്ങത്തില്ല. നിങ്ങള് നിർബന്ധം പിടിച്ചോണ്ടാ നമ്മളിപ്പ എത്തിയ. അവരുടെ കൂടെയാണെങ്കി ഒത്തിരി രാത്രിയാവും നമ്മൾ എത്തുമ്പോ. ഫുഡൊക്കെ എടുത്തോ നീ? അതെന്റെ ആയി തന്നെ ഉണ്ടല്ലോ.
അതെ ഉം. കുഞ്ഞു പിള്ളേരെ കളിപ്പാട്ടങ്ങളൊക്കെ വണ്ടിക്കകത്ത് തന്നെ കിടക്കട്ടെ, അതൊക്കെ പിന്നെ എടുക്കാം. ശരി രാജാവേ, എല്ലാവരും അനുസരിച്ചേക്കണേ. തല പോകുന്ന കേസാ. ശ്ശോ, വാ വാ. ഗോവർദ്ധ, എണീക്കടോ. ഗോവർദ്ധ, ഗോവർദ്ധ. എന്ത് പറ്റും അല്ലേട്ടാ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? ആ പൂസ് ഇതുവരെ മാറിയില്ലേ? നേരം എടുത്തു ബാലേട്ടാ, പോകാറായോ? നേരം വെളുത്തിട്ട് കുറച്ചു നേരം ആയി. ഇനി തനിക്കൂടെ വെളിവ് വന്നാ മതി. അയ്യോ ബാലേട്ടാ, സോറി, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. താൻ തണുപ്പൊക്കെ ആസ്വദിച്ച് ഉറങ്ങിപ്പോയതായിരിക്കും. അത് പിന്നെ ബാലേട്ടാ, 2 എണ്ണം കഴിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്ത് പറ്റി? ആരെയും നിർബന്ധിച്ച് കുടിപ്പിച്ചോ? 2 എണ്ണം അടിച്ചപ്പോ ഒന്നും ആയില്ലെന്ന് തോന്നി. എന്നാ പിന്നെ ഒന്നുകൂടെ അടിക്കാന്ന് ഓർത്തു. അത് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇത് ആ ഫ്ലാസ്കില് ബ്ലാക്ക് കോഫി ഇരിപ്പുണ്ട്. അതും കുടിച്ചിട്ട് വേഗം കുളിച്ച് റെഡിയായിട്ട് വാ. പെട്ടെന്ന് റെഡിയാ ബാലേട്ടാ, ഒരു 10 മിനിറ്റ്. ആ ശരി. ബാലേട്ടാ, മറ്റേ കേണൽ സാർ വന്നായിരുന്നോ? ബാലേട്ട ഉദ്ദേശിച്ച കാര്യമൊക്കെ പുള്ളിയുടെ അടുത്ത് കിട്ടിയിരുന്നോ? ഏകദേശം. താൻ റെഡിയായിട്ട് വാ. ബാക്കി വിശദാംശങ്ങൾ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ശരി. ആ. രോഹിതേ, ബബിതേ, കൃഷ്ണമോളെ, മതി, എല്ലാരും വാ. ചായ കുടിച്ചിട്ട് പോണ്ടേ? വേഗം വരാൻ. ആ, ഇറങ്ങിക്കോ, മതി. പല്ല് പോലും തേക്കാതെ തിന്നുവാണോ രാവിലെ? ഞാൻ രാത്രി ബ്രഷ് ചെയ്തതാ. ഇതൊരു പല്ല് തേപ്പ് തന്നെയാ. ആ, പോവാം. ചായ കുടിച്ചിട്ട് കൊല്ലത്ത് പോവേണ്ടതാ, കൊറേ ദൂരമുണ്ട്. ബാ. ആന്റി വരുന്നില്ലേ ഞങ്ങളുടെ കൂടെ?
മാമച്ചായൻ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പറ്റത്തില്ല മോനെ. ഹാർട്ട് പേഷ്യന്റ് അല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാലോ? ഓ, മാമച്ചായ റെഡിയാ. ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ. ഇവിടുന്ന് കൊല്ലത്തിനെ 150 കിലോമീറ്ററാ. തിരിച്ചിങ്ങോട്ടും അത്ര തന്നെയുണ്ട്. ഒറ്റയടിക്ക് അത്രയും ദൂരം പോയിട്ട് വരുമ്പോഴേ എനിക്കും ക്ഷീണമാ. 150 കിലോമീറ്ററോ? രോഹിണിന് അത്രയും ഡ്രൈവ് ചെയ്യോ? പാലായിന്ന് ഇവിടെ വരാൻ 80 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തില്ലേ? ഇതിപ്പോ നല്ല സൂപ്പർ ഹൈവേ അല്ലേ? കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഇതിപ്പോ 7:30 മണിയായില്ലേ? അയ്യോ, കൊച്ചിനെ കണ്ടിട്ട് കൊറേ നാളായി. കാണാൻ കൊതിയില്ലഞ്ഞിട്ടല്ല. ഞങ്ങളും കൂടി വന്നാ 2 കാറിൽ വേണം പോവാൻ. മാമച്ചനെ കൊണ്ട് അത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങള് പോയിട്ട് വരാം. ആ ആ കൊച്ചിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണേ. അതൊക്കെ ഞങ്ങൾ ഏറ്റു. 5 സ്മാർട്ട് ഫോണും കൊണ്ടാ ഞങ്ങള് പോകുന്നത്. ആ പിന്നെ കൊച്ചിനെ ആരൊക്കെയോ അഡോപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതിനൊന്നും സമ്മതിക്കണ്ട കേട്ടോ. വല്ലവരും കൊണ്ടുപോയാ പിന്നെ കാണാൻ പോലും പറ്റത്തില്ല. അത് അവിടുത്തെ സിസ്റ്റേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചോളാം. ഉം. കഴക്കൂട്ടത്തെ കോൺവെന്റിൽ ചോദിക്കാതെ അവളെ ആർക്കും കൈമാറാൻ പറ്റത്തില്ല. അവിടുത്തെ ഒരു സിസ്റ്ററിന് അവളുടെ ഉത്തരവാദിത്വം. ആ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മാറ്റണ്ട. എന്നാ ഇറങ്ങിക്കോ, സമയം പോണു. രാത്രിക്ക് മുമ്പ് തിരിച്ചെത്തണ്ടേ? അങ്കിളെ എന്നാ പോയിട്ട് വരട്ടെ. ആ ഞാൻ ചെന്നുടനെ വിളിച്ചേക്കാട്ടോ. ശരി, ബൈ. അങ്കിളെ, ആന്റി, പോയിട്ട് വരാവേ. പോയി വാ. ടാറ്റാ. ബൈ.